one me. ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ദോശയ്ക്കും അതുപോലെ ഗോതമ്പ് ദോശയ്ക്കൊക്കെ ഇഡ്ഡലിക്കൊക്കെ കഴിക്കാവുന്ന നല്ലൊരു ചട്നിയാണ്. അപ്പോൾ നമ്മൾ കൂടുതലും തേങ്ങാ ചട്നിയാണ് ദോശയ്ക്കൊക്കെ ഇപ്പം കഴിക്കാറ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിതിനധികം സാധനങ്ങളൊന്നും വേണ്ട. ഞാനിവിടെ ആകെ 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാളയുടെ പകുതി, ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സവാള ഇതുപോലെ ചെറുതായി കനം കുറച്ച് അരിഞ്ഞ് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള നന്നായി വാടിയതിനു ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ചെറുതായി തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായി അരിഞ്ഞ് വെച്ച് തക്കാളി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഈ തക്കാളി നമുക്കൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലേക്ക് അരച്ചെടുക്കാം. തക്കാളി വേവിച്ച ചട്ടിയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ആ വെള്ളം കൂടി കൂട്ടിയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളി വേവിച്ച ചട്ടിയിലിട്ട് തന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ ചാറ് അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ലൂസാക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കാര്യം പറയാൻ വിട്ടുപോയി. അതുകൊണ്ട് വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചെയ്യുമ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ കാണും. അത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് എണ്ണയിലിട്ട് വഴറ്റി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ കിട്ടിയാൽ മതി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെപ്പോഴും തേങ്ങാ ചട്നിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു ചട്നി നമുക്ക് ദോശയ്ക്കും അതുപോലെ ഗോതമ്പ് ദോശ, ഇഡ്ഡലിക്കൊക്കെ കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.